വയനാട് തോൽപ്പെട്ടിയിൽ റോഡിലിറങ്ങി വാഹനങ്ങളൊക്കെ തടയുകയും തലങ്ങും വിലങ്ങും ഓടിയ ഒരു കുട്ടിയാനെ 2-3 ദിവസം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു സന്തോഷകരമായ വാർത്ത പറയാം. ആ കുട്ടിയാന സുരക്ഷിതമായി തന്നെ ആനക്കൂട്ടത്തിനോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ കുട്ടിയാനയെ അമ്മയാനയ്ക്കൊപ്പം വിട്ടത്. മെല്ലെ മെല്ലെ പോട്ടെ. പ്രായം വെറും 3 മാസം. കൂട്ടം തെറ്റി റോഡിലിറങ്ങിയതാണ്. വാഹനങ്ങൾ തടയുകയും പിന്നാലെ ഓടുകയും ചെയ്തതോടെ വനം വകുപ്പ് കുട്ടിക്കുറുമ്പനെ ഒപ്പം കൂട്ടി. സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിച്ച കുട്ടിയാനയ്ക്ക് പ്രാഥമിക ചികിത്സയും ആഹാരവും നൽകി. രാത്രിയോടെ വനത്തിനുള്ളിൽ അമ്മയാനയെയും ആനക്കൂട്ടത്തെയും കണ്ടെത്തി. കുട്ടിയാനയെ അമ്മയുടെ അടുത്തേക്ക് അയച്ചു. തോൽപ്പെട്ടി റേഞ്ച് ഓഫീസർ ഷിബുക്കുട്ടൻ, വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമൽ നമ്മുടെ കൂടെയുണ്ട്. കമൽ, കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്, വൈറലായ വീഡിയോയെ കുറിച്ച്. അങ്ങോട്ടും തലങ്ങും വിലങ്ങും ഒക്കെ ഓടി ചെറിയ രീതിയിലൊക്കെ ബ്ലോക്ക് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ആശങ്കയെ നമ്മൾ പങ്കുവച്ചതാണ്. എന്നാലും പാവം ഒറ്റയ്ക്കല്ലേ, എപ്പോഴായിരിക്കും അമ്മയുടെ കൂടെയൊക്കെ ചേരുക എന്നുള്ളതിനെ കുറിച്ച് ഒരു സങ്കടവും പലരുടെയും മനസ്സിൽ നമ്മുടെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഏതായാലും വനവകുപ്പൊക്കെ കൂടെ കൂട്ടി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പൊ കാട്ടിക്കയറ്റി വിട്ടിട്ടുണ്ടല്ലേ, പ്രത്യേകിച്ച് അമ്മയുടെ അടുത്ത്. തോൽപ്പെട്ടി തെറ്റ് റോഡിലാണ് അന്ന് ഈ കുട്ടിയാന റൂട്ടിൽ ഇറങ്ങി KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ തടഞ്ഞത്. ആ ദൃശ്യങ്ങളൊക്കെ അന്ന് മുതൽ വൈറലാണ്. ഈ മാനന്തവാടിയിൽ നിന്ന് കുടകിലേക്ക് പോകുന്ന അന്തർ സംസ്ഥാന പാതയാണ് തോൽപ്പെട്ടി വഴി കടന്നു പോകുന്നത്. അതുപോലെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നു. ആ പാതയിൽ സ്ഥിരമായി വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതാണ് ആനക്കൂട്ടവും. അപൂർവമായി കടുവയൊക്കെ റോഡ് സൈഡിൽ കാണുന്ന മേഖലയാണ്. പക്ഷേ ഈ കുട്ടിയാന ഇത്തരത്തിൽ ഇറങ്ങി വാഹനങ്ങൾ തടയുകയും വാഹനങ്ങളോടൊപ്പം ഓടുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങൾ ഏറെ കൗതുകമായി. എന്തായാലും ദൃശ്യങ്ങൾ ഒക്കെ വന്ന് ഇങ്ങനെ വാഹനങ്ങളൊക്കെ തടഞ്ഞതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അടുത്തെവിടെയെങ്കിലും ഈ ആനക്കൂട്ടം ഉണ്ടോ എന്ന് നോക്കി. തൊട്ടടുത്തൊന്നും ആനക്കൂട്ടത്തെ കണ്ടെത്താനായില്ല. അങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ഈ കുട്ടിയാനയെ ഒപ്പം കൂട്ടുന്നത്. അതിനെ കൊണ്ടുപോയി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കി. വനംവകുപ്പിന്റെ വെറ്ററിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസ് ഒക്കെ സംഘത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പ്രാഥമികമായി ചില ചികിത്സകളൊക്കെ നൽകി, ഭക്ഷണമൊക്കെ നൽകി ആനക്കുട്ടിയെ പരിചരിച്ചു. പിന്നീട് വീണ്ടും ഈ ആനക്കൂട്ടത്തിനും തള്ളയാനയ്ക്കും വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. രാത്രിയോടെ, അന്ന് തന്നെ രാത്രിയോടെ ഈ ആനക്കൂട്ടത്തെ കണ്ടെത്തി. തോൽപ്പെട്ടിയിൽ നിന്ന് അല്പം ഉള്ളിൽ വനമേഖലയിൽ ആനക്കൂട്ടവും തള്ളയാനയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ശ്രമകരമായ ദൗത്യമായിരുന്നു. കാരണം ആനക്കൂട്ടത്തിനടുത്തേക്ക് പോകാതെ ഈ ആനക്കുട്ടിയെ എങ്ങനെയെങ്കിലും അവരോടൊപ്പം ചേർക്കണം. മുമ്പും വനംവകുപ്പ് പല മേഖലകളിലും, കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും വനംവകുപ്പ് ഇത്തരത്തിൽ കൂട്ടം തെറ്റിയ ആനക്കുട്ടിയെ തള്ളയാനയോടൊപ്പം വിട്ടിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. എന്തായാലും ഈ കുട്ടിയാന ആകെ 3 മാസം പ്രായമേ ഉള്ളൂ. അപ്പൊ അതിനെ തള്ളയാനയോടൊപ്പം വിട്ടാൽ മാത്രമേ അത് സുരക്ഷിതമാവുകയുള്ളൂ. അങ്ങനെ അത്രയും റിസ്ക് എടുത്ത് രാത്രി സമയത്ത് കുട്ടിയാനയെ ആനക്കൂട്ടത്തിനടുത്തെത്തിച്ച് തള്ളി ഈ തള്ളയാനയ്ക്കൊപ്പം വിടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ